ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് വളരെ വിശുദ്ധമായ ആദർശങ്ങൾ, അതാണല്ലോ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ. ആ ആദർശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാരാവുന്ന ഉഹ്റവിയായ പണ്ഡിതന്മാർ, അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ, അവരാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ. ഉഹ്റവിയായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇസ്തിഖാമത്തുള്ള ആളുകളാണ്. അപ്പോൾ വിലായത്തിൻ്റെ സ്വഭാവമുള്ളതായ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, സാദാത്തുക്കൾ അടക്കമുള്ളവർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് വിശുദ്ധമാവുന്ന ഈ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട് 100 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 100 വർഷം തികയാൻ പോകും. ഈ 100 വർഷത്തിനിടയിൽ ഈ സംഘടനയുടെ അതിൻ്റെ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ടവർക്കുള്ള അവരുടെ ജീവിത രീതി, അവരുടെ സമീപനം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടനയെ ഈ രാജ്യത്തുള്ള ആളുകൾ വിലയിരുത്തുന്നതും വിലയിരുത്തിയതുമൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാ ജില്ലകളിലും, കാസർഗോഡല്ലാത്ത എല്ലാ ജില്ലകളിലും സ്വീകരണം നൽകപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്വീകരണം നൽകപ്പെട്ടു. ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയക്കാരും, രാഷ്ട്രീയമില്ലാത്തവരും, നമ്മുടെ മതക്കാരാവുന്ന ആളുകളും അല്ലാത്ത മതക്കാരൊക്കെ ഈ സംഘടനയെ പ്രശംസിച്ചു കൊണ്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ നിലപാടുകൾ, ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ അഭിനന്ദിച്ചുകൊണ്ടും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുമാണ് പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒന്ന്. കാരണം ഇവിടെ പല മതസംഘടനകളെയും അവരുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടേതായി എഴുതപ്പെട്ടതായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ